പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നു. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ മേൽ വളരെ കരുതലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ദിവസവും സംസാരിക്കുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഈ ദിവസവും എന്ത് ഭാഗ്യവതി, എന്ത് ഭാഗ്യവാൻ ബ്രദർ. വല്ലാത്ത കഷ്ടപ്പാടും പ്രശ്നങ്ങളുമാണെന്ന് വിചാരിക്കുകയാണോ? അവയെല്ലാം ഉണ്ടാകും. അവയുടെ നടുവിൽ യേശു കൂടെയുണ്ടല്ലോ. യേശു നിങ്ങളെപ്പറ്റി എന്താ പറയുന്നതെന്നറിയാമോ? യേശു പറയുന്നത് പോട്ടെ, മനുഷ്യരെന്തൊക്കെയോ പറയുന്നു. വീട്ടിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹിക്കാനാവുന്നില്ല എന്ന് പറയുകയാണോ? മനുഷ്യരെന്ത് വേണമെങ്കിലും പറയട്ടെ. എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം എന്താണ് പറയുന്നതെന്നറിയാമോ? യെശയ്യാവ് 43 അധ്യായം 21 വാക്യത്തിൽ, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കുമെന്ന് പറയുന്നു. നിങ്ങളോടാണ് പറയുന്നത്, മകളെ, ഞാൻ നിന്നെ എനിക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, നീ എനിക്കുള്ളവളാണ്. മകനെ, ഞാൻ നിന്നെ എനിക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, നീ എനിക്കുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്റെ സ്തുതിയെ വിവരിക്കും. ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിങ്ങളെ തിരഞ്ഞെടുത്തുവത്രേ. ദൈവം അത്ര സന്തോഷത്തോടെ പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ദുഃഖിക്കുന്നത്? മനുഷ്യർ പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ. ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും. ഇന്ന് ദുഃഖിക്കും, നാളെ പുകഴ്ത്തും. ഇന്ന് പുകഴ്ത്തും, നാളെ ദുഃഖിക്കും. ഇതെല്ലാം ശുശ്രൂഷയുടെ പാതയിൽ കണ്ടിട്ടുണ്ട്. ദുഷിക്കുന്നവർ പുകഴ്ത്തുന്നതും പുകഴ്ത്തുന്നവർ ദുഷിക്കുന്നതും. അതിനാൽ മനുഷ്യരുടെ വാക്കുകൾ കാര്യമാക്കേണ്ട. കർത്താവ് പറയുന്നതാണ് ശാശ്വതമായത്. യേശു പറയുന്നു, മകനെ, മകളെ, നീ എന്റെ സ്വന്തമാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ യേശുവിനെ പ്രസ്താവിക്കണം, യേശുവിനെ മഹത്വപ്പെടുത്തണം, യേശുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. യേശു എത്ര അത്ഭുതകരമായി നിങ്ങളെ നടത്തുന്നുവെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. അതാണ് യേശു നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ആരോടെങ്കിലും യേശു ഇന്ന് എനിക്കൊരു അത്ഭുതം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ സാക്ഷ്യമില്ലേ, യേശു എന്നെ തിരഞ്ഞു വന്ന് അത്ഭുതം ചെയ്തത് ലക്ഷക്കണക്കിന് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാകും. ഈ 50 വർഷത്തിൽ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, പൊതുസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായി അനേകായിരം ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ഒരവസരം കിട്ടിയാൽ ഞാൻ വിടില്ല. യേശുവേ, അങ്ങേക്ക് സ്തോത്രം പറയാനല്ലേ എന്നെ തിരഞ്ഞെടുത്തത്. അങ്ങ് ചെയ്ത അത്ഭുതം ഞാൻ മറ്റുള്ളവർക്ക് അറിയിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏത് രാജ്യത്തിൽ ചെന്നാലും ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ സമയം കിട്ടിയാൽ ഉടനെ ഞാൻ പറയും. ഒരിക്കൽ ഒരു വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അന്ന് ഞാൻ പതിവായി ഉപവാസം ചെയ്യുന്ന ദിവസമായിരുന്നു. അതിനാൽ എൻ്റെ അടുത്ത് പ്രശസ്തി ആർജിച്ച, ടിവിയിൽ പ്രശസ്തയായ ഒരു സ്ത്രീ വന്നിരുന്നു. അവരെ കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് നമസ്കാരം പറഞ്ഞു, അവരും നമസ്കാരം പറഞ്ഞു, അത്ര തന്നെ. അതിനുശേഷം ഫ്ലൈറ്റിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഭക്ഷണം കൊടുത്ത ഉടനെ അവരത് വാങ്ങിക്കഴിച്ചു. ഞാനപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ച് വെള്ളം മാത്രം വാങ്ങിക്കുടിച്ചു. അവരെന്നോട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നെന്റെ ഫാസ്റ്റിംഗ് ഡേ ആണ്. ഞാനിന്ന് ഉപവാസം ചെയ്ത്, അതായത് വ്രതമെന്ന് ഹിന്ദുക്കൾ പറയും, വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണിന്ന്. ഓ, അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത്ര തന്നെ. ആ സന്ദർഭം കിട്ടിയ ഉടനെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഭക്തിയുള്ള ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ രോഗം ബാധിച്ച് മരണക്കിടക്കയിലായിരുന്നു. ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ അവരത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. യേശു എങ്ങനെയാണ് എന്നെ തിരഞ്ഞു വന്ന് സൗഖ്യമാക്കിയത്? അത് പറഞ്ഞ ഉടനെ അവർ സന്തോഷത്തോടെ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു അത്ഭുതം സംഭവിച്ചോ? ഇതെല്ലാവർക്കും കിട്ടില്ല, ചിലർക്ക് മാത്രമേ ഈ ഭാഗ്യമുണ്ടാവൂ എന്ന് പറഞ്ഞു. ഞാൻ യേശുവിനെ അവരെ അറിയിച്ച് ആ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയാനും എനിക്കൊരു സന്ദർഭം കിട്ടി. ഇതാണ് പ്രാർത്ഥന. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഒരു സന്ദർഭം തരയണമേ. അങ്ങയെ ഷെയർ ചെയ്യാൻ എനിക്കൊരവസരം തരയണമേ ദൈവമേ. ആരോട് പറയണം, എങ്ങനെ പറയണം, എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവസരം കിട്ടുമ്പോഴെല്ലാം പറയും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും പോയി വരുന്ന സ്ഥലത്തും അനേകം പേരെ കാണുന്നുണ്ട് അല്ലേ? ദൈവത്തെ സ്തുതിക്കുവാനായിട്ടല്ലേ നിങ്ങളെ തിരഞ്ഞെടുത്തത്. വേറെ ഒന്നും ചോദിച്ചില്ല. കാശ് ചോദിച്ചോ, പണം ചോദിച്ചോ? ഞാൻ ചെയ്ത നന്മയെക്കുറിച്ച് പറയൂ മകളെ. മകനെ, ഞാൻ ചെയ്ത നന്മയെ അറിയിക്ക്. അവർക്ക് നന്മയുണ്ടാവട്ടെ, അവരുടെ ഉള്ളിലും വിശ്വാസമുണ്ടാവട്ടെ. എനിക്ക് വേണ്ടി യേശു നന്മ ചെയ്യുമോ, എന്നെ തിരയുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചിട്ടില്ലേ, രക്തം ചിന്തിയിട്ടുണ്ടല്ലോ എന്നവരോട് നിങ്ങളല്ലേ പറയേണ്ടത്. ഇന്ന് പറയൂ, ദൈവമേ, അങ്ങെന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അങ്ങയെക്കുറിച്ച് പറയും, അങ്ങയെ പുകഴ്ത്തും. അങ്ങയെ പുകഴ്ത്തുവാനായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയൂ. ദൈവം നിങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷിക്കും. സന്തോഷിച്ച ശേഷം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ടാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരിഹസിച്ചാലും നിന്ദിച്ചാലും ദൈവം മേൽക്കുമേൽ ആശീർവദിച്ച് ഈ ശുശ്രൂഷയെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം ഞാൻ എവിടെ ചെന്നാലും യേശുവിനെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും മറ്റുള്ളവരെ യേശുവിനെ അറിയിക്കുന്നതും. അതാണ് എൻ്റെ സന്തോഷം. ഇന്ന് നിങ്ങളെ സമർപ്പിക്കുവിൻ, കർത്താവ് നിങ്ങളെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കും. പറയുമോ, കർത്താവേ, അങ്ങെന്നെ ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിച്ചത്. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തണം, എല്ലാവരോടും അങ്ങയെക്കുറിച്ച് പറയണം, അങ്ങയുടെ നാമം പ്രസ്താവിക്കണം. എനിക്ക് ആ അവസരം തരയണമേ. കാണുന്നവരോട് അങ്ങയുടെ സ്നേഹത്തെയും ശക്തിയെയും അങ്ങെനിക്ക് ചെയ്ത അത്ഭുതങ്ങളെയും പറ്റി പറയാൻ എനിക്ക് കൃപ തരയണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ